പറഞ്ഞു. സ്നോവി ആരാന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ചെറിയ പേർഷ്യൻ ക്യാറ്റ്. ഇപ്പൊ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പോകും, കാണിച്ചു തരാം. ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതാരാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും. ക്രിസ്മസ് വീഡിയോക്ക് ഞങ്ങൾ കാണിച്ചു തന്നില്ലായിരുന്നു. നമുക്ക് സ്നോവിനെ കൊണ്ടുപോകാം. ഇപ്പൊ സ്നോവിനെ നമ്മൾ ബാസ്കറ്റിലാക്കിയിട്ടുണ്ട്. നമുക്കിനി പോവാം. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ സ്നോവിനെ താറിലാക്കാൻ പോകുന്നുണ്ട്. ഈ കുട്ടിപ്പിച്ചത് എന്നെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? എനിക്ക് പേടിയാവുന്നു. അയ്യോ, ഇത് മാഫിയക്കാരാണല്ലോ. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോണേ. അയ്യോ, രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോവ്. ഇപ്പൊ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ കൊടുക്കണം സ്നോവിനെ. അപ്പൊ താറിന് നമുക്ക് എടുക്കാം. അയ്യോ, എന്നെ വീട്ടിൽ കൊണ്ടുപോവ്. വീട്ടിൽ കൊണ്ടുപോവ്. ഇതെന്തോന്നാ, ഒന്നും മിണ്ടായിരിക്കി. അപ്പൊ ഗായ്സ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേറാം. ഇതേതാ സ്ഥലം? ഇവിടെ കുറെ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ. എന്നെ കളിക്കാൻ കൊണ്ടുവന്നതാണോ? പാർക്കാണോ ചേച്ചി? അല്ല എന്റെ സ്നോവി, ഇതൊരു ഗ്രൂമിങ് സ്ഥലം. നിന്നെപ്പോ മുടി വെട്ടും. അയ്യോ, ചത്ത്. എന്നെ ഒന്ന് രക്ഷിക്കോ. നീ ഇന്ന് ചത്ത തന്നെ. എന്നെ വീട്ടിൽ കൊണ്ടുപോകും. എന്തിനാ വെറുതെ കൊണ്ടുപോകുക? അല്ലെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ബ്യൂട്ടി അല്ലേ. എന്ത് ബ്യൂട്ടി! ഇപ്പൊ ഇവിടെ മൊത്തം പാറി നടക്കുന്നുണ്ട് നിന്റെ രോമം. അയ്യോ, എന്തിനാണോ ഇത്രയും രോമം വളർത്തിയത്? അയ്യോ, ഈ ആൻറ്റി ഏതാ ചേച്ചി? ചേച്ചീൻ്റെ പേരറിയോ? എനിക്കറിയൂല. വന്നാലും നല്ല സുഖമുണ്ട്. സുഖം തന്നെ. ഇപ്പൊ പേരെല്ലാവർക്കും അറിയാലോ, പെറ്റ് പ്ലാനറ്റ്. എനിക്ക് ഇത്ര വെയിറ്റേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നല്ല തടി വെച്ച് സീനാന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഇത്ര വെയിറ്റേ ഉള്ളൂ. വെരി ഡിസപ്പോയിൻറ്റ്മെന്റ്. അയ്യോ, ഈ ചേട്ടൻ തന്നെ ചെയ്യുന്നത്? എൻ്റെ നഖം വെട്ടാ. എത്ര നന്നായി വളർത്തിയ നഖമായിരുന്നു. ഇതൊക്കെ വെട്ടാനാണ് ഞാൻ വളർത്തുന്നത്. ചില ആൾക്കാരിനൊക്കെ മാന്തണായിരുന്നു. ഇനിയിപ്പോൾ പോയി ഞാൻ എന്താ ചെയ്യുക? കുറച്ചു നേരം ഉറങ്ങിയാലോ? ഉറങ്ങിയാല് നീ എണീക്കുമ്പോഴത്തേക്കും നിന്റെ രോമം കാണാതെയായി ഉണ്ടാവും. ഡിസംബറിന് കൂട്ടി വെച്ച് രോമം പോവാനോ? അതൊക്കെ വെറുതെ. നിന്റെ വെറുതെ. ഇപ്പൊ നോക്കിക്കോ. അയ്യോ, എന്റെ രോമം. ഡിസംബറിന് കൂട്ടി വെച്ച രോമം. ഇപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ നിന്നോട്, അടങ്ങിയിരുന്ന നിനക്ക് വേനയ്ക്കാതിരിക്കും. ഞാൻ അടങ്ങി നിൽക്കൂല. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടാൻ പോവാ. ഇറങ്ങി ഓടിയാ നിന്നെ കാണാതെയാവും. പിന്നെ വല്ല ആളും പിടിച്ചോണ്ട് പോകും. എനിക്ക് എന്നാലും വീട്ടിൽ പോണം. ഇവിടെ ഒരു സുഖമല്ല. വീട്ടിൽ പോയാ നിനക്ക് ഞാൻ ഫുഡ് തരാം. പക്ഷെ നന്നായി ഇരുന്നാ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാം. ആണോ? എന്നാ ഞാൻ നന്നായി നിൽക്കാൻ നോക്കാം. നോക്കിയാ നിനക്കൊള്ളാം. അപ്പൊ ഗായ്സ്, ഇപ്പൊ സ്നോവിന്റെ മുടി വെട്ടാണ്. നിലത്ത് മൊത്തം സ്നോ പാറി നടക്കുന്നുണ്ട്. സ്നോ പോലെ ആണല്ലോ എന്തായാലും സ്നോ ആണല്ലോ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ മുടി വെട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കും. ഇപ്പോൾ നിലത്ത് മൊത്തം ബഫാണ്, പഞ്ഞിയാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പഞ്ഞിയല്ലല്ലോ, രോമല്ലേ. ചേട്ടൻ്റെ കാലിപ്പോൾ വെട്ടോ? എനിക്ക് പേടിയാവുന്നു. അല്ലടോ, ഇത് കാല് വെട്ടല്ല. പിന്നെ ഇതേ നിന്റെ കാലത്തെ മുടിയൊക്കെ വെട്ടാൻ. കക്ഷത്തിലൊക്കെ എത്ര രോമ കണ്ടോ? ഞാൻ നല്ല ബ്യൂട്ടി അല്ലായിരുന്നു. എൻ്റെ ബ്യൂട്ടി ഇപ്പൊ പോക്കുക. ഓൾറെഡി നീ അല്ലാതെ ബ്യൂട്ടി ആഞ്ഞു. ഇപ്പൊ നീ കുറച്ചുകൂടി ബ്യൂട്ടി ആയി. ആണ്? അല്ല, വെറുതെ പറഞ്ഞതാ. കരഞ്ഞിരുന്നോ അവിടെ? അയ്യോ, ഈ ചേട്ടൻ എന്താ ചെയ്തത്? അയ്യോ, വേദനിക്കുന്നു. നിന്റെ
കാല് വെട്ടാടോ? ഞാൻ അടിച്ചു കൊല്ലും. ഞാൻ മോന്തും. ഞാൻ നിന്നെ അങ്ങനെ വെട്ടല്ല, മുടി വെട്ടാന്ന്. ചേട്ടാ കുറച്ച് സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്തൂടെ? സൂക്ഷിച്ചെന്നെയാടോ ചെയ്യുന്നേ. നല്ല വേനുണ്ട്. ഞാൻ ഇറങ്ങൂ. കുറച്ചു നേരം ഉറങ്ങിയാലോ? ഉറങ്ങിയാ നീ എണീക്കുമ്പോ നീ ഒരു 8 കാല് പോകണുണ്ടോ? അങ്ങനെ 8 കാല് എന്താ സാധനം? നീ നോക്കി നിന്നാ മതി, രാത്രി വന്നോളൂ, എന്നിട്ട് നിന്നെ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഗായ്സ് ഇപ്പൊ നന്നായിട്ട് മുടി വെട്ടുന്നുണ്ട്. ഇപ്പൊ പണ്ട് പോലെ അല്ല ഇപ്പൊ കാണാന്. ഇപ്പൊ നല്ലോണം സുന്ദരിയായിട്ടുണ്ട്. നോക്ക്, രാജകുമാരി പോലെ കിഴക്കുന്നുണ്ട്. ഞാൻ പിന്നെ ജനിച്ചപ്പോ തന്നെ രാജകുമാരിയല്ലേ? നീ രാജകുമാരിയല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ജനിച്ചപ്പോ തന്നെ രാജകുമാരിയല്ലേ? ഞാൻ ഇറങ്ങി ഓടട്ടെ. ഇതെത്രയാണ്? ഇതെന്താ സാധനം? നിന്റെ സ്നോ വീഴുന്ന പോലെ ഉണ്ട്. എന്നാലും ചേച്ചി എത്രയാണ് ഇത്? നിന്റെ പൂച്ചേന്റെ രോമ. ഞാൻ ഇറങ്ങി ഓടാൻ പോണ്. ഡാടാ എന്നെ എന്തിനാ പിടിച്ച? ഞാൻ ഇറങ്ങി ഓടാൻ നോക്കിയതല്ലായിരുന്നു. നിന്നെ ഇപ്പൊ ഞാന് ഇറങ്ങി ഓടിയ ഞാൻ നിന്നെ ചോട്ട് കൊല്ലും. ഇപ്പൊ ഗായ്സ് ഇപ്പൊ സ്നോവി എന്താ പറ്റുന്നതെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുടിയൊക്കെ വെട്ടി, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയൂല. നോക്കാം, നമുക്ക് ഇപ്പോ നോക്കാം എന്താ ചെയ്യാൻ പോകുന്നതിന്. ഇനി കാറി കൂകല്ല എൻ്റെ സ്നോവി. ഇത് നിന്റെ ചെവി ക്ലീൻ ആക്കാട്. എനിക്ക് കണ്ടിട്ട് തോന്നില്ല. കണ്ടിട്ട് നിന്നെ ഇപ്പൊ വേദനിപ്പിക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ? വേദനിപ്പിച്ച് തന്ന നിന്റെ ചെവി ക്ലീൻ ആക്കി നിന്നാ ഒന്നും കേറൂല. ചാടിയാലോ? ചേട്ടൻ പിടുത്തം കിട്ടി. ഇനി ഞാൻ ചാടാൻ പോവാണ് ഗൈസ്. സ്ലിപ്പറിയാണല്ലോ. ചാടി. ചേട്ടാ ചെവി പിടിച്ചതാ നിന്റെ കുസൃതി കാണിക്കുന്നതിന്. നല്ല വേനുണ്ട്. ടീച്ചറും കുട്ടിയും കളിക്കല്ല. ഞാനൊന്ന് മര്യാദയ്ക്ക് വീട്ടിൽ ഇങ്ങനെ സുഖമായി ഉറങ്ങുന്ന ഒരാളായിരുന്നു. എന്തോന്ന് വെച്ചാൽ കവള് നല്ല വേനുണ്ട്. അതിന് നിന്റെ കവള് കൊന്നിട്ടൊന്നും. ഇതെന്താ സാധനം? എന്നൊന്ന് വിട്. ഇത് നിന്നെ കുളിപ്പിക്കാണ് എൻ്റെ മോളെ. ഒന്ന് പ്ലീസ് കരയാതിരിക്കും. എനിക്ക് വീട്ടിൽ പോണം. വീട്ടിലൊക്കെ പോവാ, അടങ്ങിയിരുന്നാല്. ഇത് കുറെ നേരമായിട്ടോ. ഞാൻ എത്ര അടങ്ങി നിന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയില്ലല്ലോ. ഇന്നല്ല നീ അത് രക്ഷപ്പെടാൻ നോക്കി അടങ്ങിയിരുന്നത്. നീ എന്താ ചേച്ചി എന്താ അടങ്ങി നിൽക്കാൻ പറഞ്ഞത്? ഞാൻ കുറച്ചു നേരം അടങ്ങി നിന്നില്ല, എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയില്ലല്ലോ. നിന്നെപ്പോ അയ്യോ ഇതെന്താ ഡാർക്ക്നെസ്? ഡാർക്ക്നെസ് അല്ലടാ, നിന്നെ ഒന്ന് ഡ്രൈ ചെയ്യാണ്. അയ്യോ ഇതിനെക്കാട്ടി വേദം വീട്ടിൽ ഉറങ്ങുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങൂടെ, ഒന്ന് നിൽക്ക്. എന്നെ ഒന്ന് വിട്ടുവോ? എന്തോ പോലെ ഉണ്ട്. നിനക്ക് തല കറങ്ങുന്നുണ്ടാവും. ഇപ്പൊ പൂച്ച എലി ആയോന്ന് എനിക്ക് അറിയൂല. ഇപ്പൊ എലീനെ പോലെ ഉണ്ട് കാണാന്. ഇതെന്താ? വാക്യൂം ക്ലീനർ പോലെ ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ള പോലെ. ഇതെന്താ ചേച്ചി? ഇത് നമ്മുടെ പൂച്ചലിനെയും ഡോഗിനെയൊക്കെ ഡ്രൈ ചെയ്യുന്ന സാധനം, അല്ലാതെ വാക്യൂം ക്ലീനർ ഒന്നുമില്ല. കണ്ടിട്ട് അതേപോലെ ഉണ്ട് കേട്ടോ. അതങ്ങനെ സെയിം ആയിരിക്കും ചിലപ്പോ. ഭാഗ്യന വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൽ ഇട്ട് അലക്കാത്ത. ഞാൻ ചാടാൻ പോവാണ്. ഇവിടെ ഗൈസ് കുറെ ഫുഡ് ഉണ്ട്, കോളർ ഉണ്ട്, പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി മരുന്നുണ്ട്, പിന്നെ ഷാംപൂസ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇപ്പോഴൊന്ന് കുറച്ച് നേരം സമാധാനം കിട്ടിയ.
എന്തോ പോലെ ഉണ്ട് എന്നെ കാണാൻ. ഇത് കഴിഞ്ഞ് നമ്മൾ പോകും. ഓ ഭാഗ്യം. അല്ല, ഞാൻ ഇനിയും കൂടി ട്രൈ ചെയ്യാണ്ട് തന്നെ. എൻ്റെ കവള് ചേട്ടാ ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യൂ, എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചെന്നാടോ തീർന്നേ. നാളേക്ക് എൻ്റെ വേദനയല്ലേ ഉള്ളൂ. നിന്റെ വേണം നീ തന്നെ ശരിച്ചാ മതി. അതല്ലേ ഞാൻ പറഞ്ഞത്. അന്നേക്കും പറഞ്ഞിട്ടുണ്ടാവാം. അവസാനം അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീഡിയോ എടുക്കാണ്ട്. എനിക്ക് വീട്ടിൽ ഉറങ്ങാം. ബാസ്ക്കറ്റ് കയറി ഇനി മാഫിയ കാറിലേക്ക് കയറി നമുക്ക് വീട്ടിൽ പോവാം. അല്ല, നീ ഈ കാറിലല്ലേ ഞാൻ നിന്നെ കൂട്ടിയേ? അതല്ലേ ഞാൻ പറഞ്ഞേ, മാഫിയ കാർ. മാഫി കാറൊന്നും അല്ല ഇത്. പിന്നെ ഇതൊരു താറാണ്. ഞാൻ വീട്ടിലെത്തിയല്ലോ. ഇതെന്താ എനിക്ക് വേണ്ടിയുള്ള ട്രീറ്റ്സാ? അല്ല, ഡോഗ്സിനുള്ളതാ. ആണ്. ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞോ പൊന്നു? നന്നായിട്ട് മുടി കെട്ടി കുളിപ്പിച്ചു. നല്ല മണമുണ്ട് മണക്കുമ്പോ. അപ്പൊ ഗായ്സ്, ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതാണ് ഇപ്പൊ ഫൈനൽ ലുക്ക്. ഇപ്പൊ നന്നായിട്ട് കുളിപ്പിച്ചു, മുടി വെട്ടി, നഖം വെട്ടി. ഇനി മാന്തിയാലൊന്നും സ്ക്രാച്ച് ആവൂല. ഇപ്പൊ മണത്ത് നോക്കുമ്പോ നല്ല മണാണ്. സ്നോവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുണ്ട്. മറക്കരുത് ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത്. ബൈ. ആദ്യത്തെ ലുക്ക് ഇതാ, ഇപ്പത്തെ ലുക്ക് ഇതാ.